TWE-01B ഇത് ഇറാന് ചൈന നൽകിയ ചാരക്കണ്ണുകളാണ്. ലോകരാഷ്ട്രീയത്തിലെ ഒരു പ്രതീകമായി മാറുകയാണ് ഇപ്പോൾ ഈ ഉപഗ്രഹം. യുദ്ധങ്ങൾ ഇനി അതിർത്തികളിൽ മാത്രമല്ല, യുദ്ധങ്ങൾ ഇനി ഭ്രമണപഥത്തിലും ഡാറ്റാ സെർവറുകളിലും നിരീക്ഷണ ശൃംഖലകളിലും വ്യാപിക്കും എന്ന സന്ദേശം കൂടിയാണ് ചൈനയുടെ ഈ ചാരക്കണ്ണുകൾ. ആകാശത്ത് വളരെ സൈലന്റായി ചുറ്റുന്ന ഒരു ഉപഗ്രഹം. യുദ്ധവിമാനങ്ങൾ ഒരു രാജ്യത്തിൻ്റേത് നിലയുറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത് ഏത് കേന്ദ്രത്തിലാണ്? എവിടെയാണ് പ്രതിരോധ സംവിധാനം ദുർബലമായിരിക്കുന്നത്? എവിടെയാണ് ഇവയെല്ലാം നിശബ്ദമായി കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ചാരക്കണ്ണാകുന്നു ഈ ഉപഗ്രഹം. ഇറാൻ കഴിഞ്ഞ വർഷം വളരെ രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് മെയ്ഡായ ഒരു ഉപഗ്രഹമാണിത്. അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും ഈ ചാരക്കണ്ണുകൾ ഉപയോഗിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ കഴിവുള്ളതാണ് TWE-01B എന്ന ഈ ചാരക്കണ്ണ്. ഇറാന്റെ പഴയ സംവിധാനങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾ, വാഹനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ ഇതുപയോഗിച്ച് വളരെ കൃത്യമായി തിരിച്ചറിയാൻ വിദഗ്ധർക്ക് സാധിക്കും. ഇറാന്റെ പഴയ 100 സീരീസ് ഉപഗ്രഹങ്ങൾ വളരെ താഴ്ന്ന റെസൊല്യൂഷനിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനും ആക്രമണങ്ങൾക്ക് ശേഷം നാശനഷ്ടങ്ങൾ വിലയിരുത്താനുമുള്ള ഇറാന്റെ കഴിവിൽ TWE-01B എന്ന ഈ ചാര ഉപഗ്രഹം ഒരു വലിയ സ്ഥാനം വഹിച്ചു എന്നാണ് പറയുന്നത്. US-ന്റെ ആസ്തികൾ നിരീക്ഷിക്കാനുള്ള ഇറാന്റെ കഴിവ് TWE-01B എന്ന ചാര ഉപഗ്രഹം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്ന് CIA-യിലെ വിദഗ്ധരും പറയുന്നു. ഉപഗ്രഹം ഇറാൻ ഏറ്റെടുത്തു എന്ന വാർത്തകൾ ചൈന നിഷേധിക്കുകയാണ്. സംഘർഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ എന്ന് ബെയ്ജിംഗ് പറയുന്നു. ഊഹോപോഹങ്ങൾ നിറഞ്ഞതാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടെന്നാണ് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസിയുടെ പ്രതികരണം. എങ്കിലും ഇറാൻ, ചൈന, റഷ്യ ഈ രാജ്യങ്ങൾ ബഹിരാകാശ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്, തള്ളിക്കളയാനാകില്ല. ഇനി യുദ്ധഭൂമി അത് വെറും കരയിലോ കടലിലോ ആകാശത്തിലോ മാത്രം ഒതുങ്ങില്ല. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇനി നിർണായക ആയുധങ്ങളിൽ ഒന്ന്. നേരത്തെ പറഞ്ഞ പോലെ എവിടെ യുദ്ധവിമാനങ്ങളുണ്ട്, എവിടെ സൈനിക നീക്കങ്ങൾ പവർഫുൾ ആണ്, ഏത് കേന്ദ്രത്തിലാണ് പ്രതിരോധ സംവിധാനം ദുർബലമാകുന്നത്, ഇതൊക്കെ നിശബ്ദമായി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാലമാണിത്. വെടിയൊച്ച കേൾക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധം ഏത് വഴിയായിരിക്കും, എവിടെയായിരിക്കും ദിശ എന്ന് നിർണ്ണയിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയും. ഇപ്പോൾ ലോകം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് നിരീക്ഷണ ദൗത്യം മാത്രമാണോ അതോ വലിയ ഒരു പ്രഹരം വരുന്നു എന്നതിന്റെ സൂചനയോ? കാരണം ചരിത്രം തെളിയിച്ചത് അങ്ങനെയാണ്. പലപ്പോഴും യുദ്ധങ്ങൾ തുടങ്ങുന്നത് സൈലൻസിലാണ്. ആ സൈലൻസിന് മുകളിൽ ഒരു ഉപഗ്രഹം ചുറ്റിക്കറങ്ങുന്നു. TWE-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ചൈനീസ് സ്വകാര്യ സ്ഥാപനമായ എർത്ത് ഐ വികസിപ്പിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് അത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയറോസ്പേസ് വിഭാഗത്തിന് കൈമാറ്റപ്പെട്ടു. അവിടെയും വ്യത്യാസമുണ്ട്. സാധാരണ ആയുധ ഇടപാടുകളെക്കാൾ സങ്കീർണമായ രീതിയിലാണ് ഈ കൈമാറ്റം നടന്നത്. ഇൻഓർബിറ്റ് ഡെലിവറി എന്ന മോഡൽ പ്രകാരം ആദ്യം ഉപഗ്രഹം വിക്ഷേപിച്ച് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷമാണ് വിദേശം വാങ്ങുന്നവർക്കായി കൈമാറുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ വാണിജ്യ വിക്ഷേപണമായി തോന്നുന്ന ദൗത്യം പിന്നീട് സൈനിക തന്ത്രപ്രധാന ഉപകരണമായി മാറും. ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ ക്യാമറയിലോ സാങ്കേതിക വിദ്യയിലോ മാത്രം ഒതുങ്ങുന്നില്ല. അത് നൽകുന്ന നിരന്തര നിരീക്ഷണ ശേഷിയിലാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, നാവികാസ്ഥാനങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഇവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണ് എന്ന് വളരെ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ണ് എന്ന് തന്നെ വേണം ഇതിനെ വ്യക്തമാക്കേണ്ടത്. സൈനിക വിമാനങ്ങൾ എവിടെയുണ്ട്, പുതിയ സൈനിക വിന്യാസമുണ്ടോ, ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുണ്ടോ, പ്രതിരോധ സംവിധാനങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ വഴി ശേഖരിക്കാനാകും. ആധുനിക യുദ്ധത്തിൽ ഈ വിവരങ്ങൾ മിസൈലുകളേക്കാൾ ശക്തമായ ആയുധമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിയിലെ മുവാഫാഖ് സാൾട്ടി എയർബേസ്, ബഹ്റിനിലെ അമേരിക്കൻ 5th ഫ്ലീറ്റ് ആസ്ഥാനം, ഇറാഖിലെ എർബിൽ വിമാനത്താവളം തുടങ്ങി നിരവധി കേന്ദ്രങ്ങളാണ് ഈ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പരിധിയിൽപ്പെട്ടിരുന്നത്. ഇതോടൊപ്പം കുവൈറ്റ്, ഒമാൻ, ജിബൂട്ടി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും നിരീക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. ഇത് ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിട്ട നീക്കമല്ല, മുഴുവൻ മേഖലയുടെ സുരക്ഷാ സമവാക്യം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രഹസ്യാന്വേഷണ ശൃംഖല തന്നെയാണ്. ഇതിലെ മറ്റൊരു ഘടകം ചൈനയുടെ പങ്കാണ്. ചൈന ഔദ്യോഗികമായി പറയുന്നത് ഇറാനെ സഹായിക്കുന്നില്ല, സൈനികമായി സഹായിക്കുന്നില്ല എന്നാണ്. അത് അവർ ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ, വാണിജ്യ സേവനങ്ങളിലൂടെ തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ ലഭ്യമാകുന്ന സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് ചൈനയുടെ ഉപഗ്രഹ സേവന ശൃംഖല, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ഡാറ്റാ പ്രോസസിംഗ് കഴിവുകൾ, ഇത് ഒരു രാജ്യത്തിന് നേരിട്ട് ആയുധം നൽകാതെ തന്നെ അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കാം. അതുകൊണ്ട് ഇതൊരു ബിസിനസ് അല്ല, പരോക്ഷ ജിയോ പൊളിറ്റിക്കൽ പിന്തുണയാണ് എന്ന വാദമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.
എന്നുള്ളത്. അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇത് വെല്ലുവിളിയാണ്. കാരണം പഴയകാല യുദ്ധങ്ങളിൽ ശത്രുവിന്റെ സൈനിക ശക്തി കണക്കാക്കേണ്ടി വന്നിരുന്നു. ഇന്ന് അതിനൊപ്പം അവരുടെ നിരീക്ഷണ ശേഷി, ഡാറ്റാ ശേഖരണ കഴിവ്, ഉപഗ്രഹ നെറ്റ്വർക്ക്, സൈബർ ശേഷി ഇവയും കണക്കാക്കണം. ഒരു മിസൈൽ ആക്രമണത്തിന് മുമ്പ് ശത്രുക്കളുടെ നീക്കങ്ങൾ മുഴുവൻ ഒരാൾക്ക് അറിയാമെങ്കിൽ യുദ്ധഭൂമിയിലെ സമവാക്യം മാറും. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷയും സൈനിക രഹസ്യങ്ങളും കൂടുതൽ അപകട സാധ്യത നേരിടുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇറാൻ ഇതിനു മുമ്പും ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, സൈബർ തന്ത്രങ്ങൾ ഇതുപയോഗിച്ച് പല മാർഗത്തിലുള്ള യുദ്ധരീതികൾ പിന്തുടർന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് ബഹിരാകാശ അടിസ്ഥാനത്തുള്ള നിരീക്ഷണ ശേഷിയും ചേർന്നാൽ അവരുടെ പ്രതിരോധവും ആക്രമണശേഷിയും പുതിയ തലത്തിലേക്ക് ഉയരും. ഇത് വലിയ സൈനിക ബജറ്റുള്ള രാജ്യങ്ങളോട് പോലും ചെറിയ ചിലവിൽ ശക്തമായ മറുപടി നൽകാനുള്ള വഴിയാകാം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ ചാരക്കണ്ണുകളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് ലോകത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.